ഹെപ്പറ്റൈറ്റിസ് എ. അതൊരു വൈറസാണ്. നമ്മൾ എപ്പോഴാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ മിക്കപ്പോഴും അറിയുന്നത് പലപ്പോഴും കണ്ണ് മഞ്ഞും. ഹെപ്പറ്റൈറ്റിസ് എ ഡയഗ്നൈസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിൽ തന്നെയാണ്. ഷുഗർ ഉള്ളവർ, ക്യാൻസർ പേഷ്യൻസ്, ഹാർട്ട് പ്രോബ്ലംസോ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ്? നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, തിളപ്പിച്ച് ആറിച്ച വെള്ളം മാത്രം കുടിക്കുക. ഹായ്, ഞാൻ ഡോക്ടർ അപ്പുണ്ണി, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, SH മെഡിക്കൽ സെൻറ്റർ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈയിടെയായി കേരളത്തിൽ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഒരു പകർച്ചവ്യാധിയെക്കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എ. അതൊരു വൈറസാണ്. ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറുന്നു? മലിനമായ വെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും. ഇത് ഫീക്കോ ഓറൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മലവിസർജനത്തിൽ കൂടി അത് വെള്ളത്തിലോട്ട് പോകുമ്പോൾ അത് കണ്ടാമിനേറ്റ് ആകുന്ന ആ വെള്ളം റീയൂസ് ചെയ്യുന്ന എങ്ങനെയോ ഇതിലാണ് നമുക്കത് കിട്ടുന്നത്, വേറൊരാൾക്ക് കിട്ടുന്നത്. സോ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കും അല്ലേ? എന്താണ് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നതാണ്. എപ്പോഴും കുടിക്കുന്ന വെള്ളം ശ്രദ്ധിക്കുക. വളരെ തിളപ്പിച്ച് ആറിച്ച വെള്ളം മാത്രം കുടിക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ ശുദ്ധമായി കഴുകിയിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കുക. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അവിടെ യൂസ് ചെയ്യുന്ന വെള്ളം നല്ലതായിരിക്കണം. അവർ പാത്രം കഴുകുന്ന വെള്ളത്തിൽ നിന്ന് യൂസ് ചെയ്യുന്ന എല്ലാ വെള്ളവും ക്ലീൻ ആയിരിക്കണമെന്ന് അവരും അത് ശ്രദ്ധിച്ചിരിക്കണം. അവിടെ ഹോട്ടൽ ആൾക്കാരും അവരുണ്ടാക്കുന്ന ശീതളപാനീയങ്ങളാവട്ടെ, കുടിക്കാൻ തരുന്ന വെള്ളമാവട്ടെ, ഐസ് ആകട്ടെ, ഇതെല്ലാത്തിലും ഇത് കണ്ടാമിനേറ്റഡ് വാട്ടർ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്ന് നോക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ സെയിം പ്ലേറ്റ്സ് ഷെയർ ചെയ്യാതെ നോക്കുക. സെയിം ക്ലോത്ത്സ്, അവരുടെ തുണിയെല്ലാം സെപ്പറേറ്റായിട്ട് വാഷ് ചെയ്ത് നോക്കുക. അവർ യൂസ് ചെയ്യുന്ന ക്ലോസറ്റ്സ് സെപ്പറേറ്റ് ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. അവരും ആ പേഷ്യൻറ്റും എപ്പോഴും ഈ പറഞ്ഞതുപോലെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ കൈ നല്ല ശുദ്ധമായി സോപ്പിട്ട് കഴുകിയിരിക്കണം. സോ ഹെപ്പറ്റൈറ്റിസ് എയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും പോലെ പനി, ഛർദിൽ, വയറുവേദന, ക്ഷീണം, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ എപ്പോഴാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ മിക്കപ്പോഴും അറിയുന്നത് പലപ്പോഴും കണ്ണ് മഞ്ഞിക്കുമ്പോഴാണ്, അതായത് മഞ്ഞപ്പിത്തമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉടനെ ഡോക്ടറിനെ കാണേണ്ടതാണ്. കാണുമ്പോൾ ഞങ്ങൾ ഡോക്ടർമാർ എന്താണ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ബ്ലഡിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ SGOT, SGPT എന്ന് പറയുന്ന ആ ബ്ലഡ് ടെസ്റ്റ് വാല്യൂസ് വളരെ ഹൈ ആയിരിക്കും. യൂഷ്വലി അത് 1000-ന് മുകളിൽ തന്നെ പോയിരിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ ഡയഗ്നൈസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിൽ തന്നെയാണ്. ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എക്ക് ടെസ്റ്റ് ചെയ്യാൻ. ഇതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ്? ഇതിന് ആൻറ്റിവൈറൽസോ ആൻറ്റിബയോട്ടിക്സോ ഒന്നുമില്ല. നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ലിവറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പല മരുന്നുകൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഇത് ആർക്കൊക്കെ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കുമെന്ന് വെച്ചാൽ പ്രായം കൂടിയവരിലാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലും, ഷുഗർ ഉള്ളവർ, ക്യാൻസർ പേഷ്യൻസ്, ഹാർട്ട് പ്രോബ്ലംസോ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ചിലർക്ക്, വളരെ ചുരുക്കം പേർക്ക് ലിവറിനെ സീരിയസ് ആയി ബാധിച്ച് ഫൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന രീതിയിൽ പോയി മരണം വരെ സംഭവിക്കാവുന്നതാണ്. സോ ഇത് വരാതിരിക്കാൻ നമ്മൾ പറഞ്ഞ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അതായത് വെള്ളം, കുടിക്കുന്ന വെള്ളം, അതെല്ലാം ശ്രദ്ധിക്കുക. വേറെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഉണ്ട്. രണ്ട് ഷോട്ടാണ് ആ വാക്സിൻ. ഇന്ന് എടുത്താൽ 6 മാസത്തിന് ശേഷം. അത് ആക്ച്വലി 1 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു വാക്സിനാണ്. ഒരു ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ് ഒരു 2-4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. സോ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ മറ്റേ ഒരാൾക്ക് പ്രൊട്ടക്ഷനായിട്ട്, പ്രൊഫൈലാക്സിസ് ആയിട്ട് നമുക്ക് ഈ വാക്സിൻ സപ്ലൈ കൊടുക്കാവുന്നതാണ്. സോ ഒരു ഷോട്ട് എടുത്താൽ 6 മാസത്തിന് ശേഷം രണ്ടാമതൊരു ഷോട്ടും കൂടി എടുത്താൽ യു ആർ ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ഫോർ നിയർലി 25 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ചിലർക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ വരെ കിട്ടുന്നുണ്ട്. സോ ഹെപ്പറ്റൈറ്റിസ് എ വരാതെ ശ്രദ്ധിക്കുക. വന്നാലും ഭയപ്പെടേണ്ടതില്ല. താങ്ക് യു.